ഹായ്, ഏവർക്കും സൂപ്പർ വൺ ടിപ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 1-ാം ക്ലാസ്സിലെ 4-ാമത്തെ യൂണിറ്റായ പിറന്നാൾ സമ്മാനം എന്ന ഭാഗമാണ്. നിങ്ങൾക്കെല്ലാവർക്കും പിറന്നാൾ സമ്മാനം ലഭിക്കാറില്ലേ? എല്ലാവർക്കും പിറന്നാൾ സമ്മാനം ലഭിക്കാറുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പിറന്നാൾ സമ്മാനം തേടി നടക്കുന്ന കുറച്ച് കൂട്ടുകാരെയാണ്. അവർ ആർക്ക് വേണ്ടിയാണ് പിറന്നാൾ സമ്മാനം അന്വേഷിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും സ്കൂൾ പൂട്ടിയപ്പോൾ ഓണത്തിന് 10 ദിവസം അവധിയുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും സംയുക്ത ഡയറി എഴുതിയിട്ടുണ്ടോ? ഓക്കെ, എല്ലാവരും സംയുക്ത ഡയറി എഴുതിയിട്ടുണ്ട് അല്ലേ? അതിലെല്ലാം തന്നെ നിങ്ങൾ ഒരുപാട് ഓണവിശേഷങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. നോക്കാം നമുക്ക്. എല്ലാവരും നന്നായിട്ട് തന്നെ സംയുക്ത ഡയറി എഴുതിയിട്ടുണ്ട്. കുറച്ച് പേര് ഓണത്തിന് പൂക്കളം ഒരുക്കിയത് എഴുതിയിട്ടുണ്ട്, സദ്യ കഴിച്ചിട്ടുണ്ട്, ഓണക്കോടികൾ എടുത്തിട്ടുണ്ട്, ഓണക്കോടി എടുക്കാൻ പോയ വിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്, ഓണത്തിന് അമ്മയുടെ വീട്ടിൽ പോയ വിശേഷം എഴുതിയവരുണ്ട് അല്ലേ? ഓണത്തിന് സ്ഥലങ്ങൾ കാണാൻ പോയവരുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും ഡയറിയിൽ നന്നായിട്ട് എഴുതിയതായി കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇന്ന് നമ്മൾ ടീച്ചർ ചെറിയൊരു പാട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതൊരു ചോദ്യോത്തര പാട്ടാണ്. ഈ പാട്ടിൽ ടീച്ചർ പാടിക്കഴിഞ്ഞാൽ ആ വരികൾ നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾക്ക് നമ്മളുടെ ചുറ്റുപാടുമുള്ള കുറച്ച് ജീവികളുടെ പേരുകളാണ് ടീച്ചർ പറയുന്നത്. അതിൻ്റെ ശബ്ദങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ വരികൾ കൂട്ടിച്ചേർക്കേണ്ടത്. എല്ലാവരും റെഡിയാണോ? ഓക്കെ. കൂട്ടുകാരെ പറയാമോ, കൂട്ടം കൂടി പാടാമോ, ഒന്നിച്ചൊന്നായി പാടാമോ? കാക്ക പറയണത് എന്താണ്? കാ 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 കാ. കൂട്ടുകാരെ പറയാമോ, കൂട്ടം കൂടി പാടാമോ, ഒന്നിച്ചൊന്നായി പാടാമോ? കോഴി പറയണത് എന്താണ്? കൊക്ക കൊക്കക്കോ കൊക്ക കൊക്കക്കോ കൊക്ക 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 കൊക്കക്കോ. ഇനി നമുക്ക് ഇതേപോലെ മറ്റ് ജീവികളുടെയും പേരുകൾ കൂട്ടിച്ചേർത്ത് പാടണ്ടേ? ഓക്കെ, നമുക്ക് നോക്കാം. കൂട്ടുകാരെ പറയാമോ, കൂട്ടം കൂടി പാടാമോ, ഒന്നിച്ചൊന്നായി പാടാമോ? പട്ടി പറയണത് എന്താണ്? ഭൗ 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 ഭൗ. ഓക്കെ, എല്ലാവർക്കും ജീവികളെയൊക്കെ ഇഷ്ടമായില്ലേ? ഇതേപോലെ നിങ്ങളും പല ജീവികളുടെയും കണ്ടുപിടിച്ച് വരികൾ കൂട്ടിച്ചേർത്ത് ഏറ്റുചൊല്ലുമല്ലോ. ഓക്കെ, അടുത്തത് നിങ്ങളിതാ ടീച്ചറെ കയ്യിൽ ഒരു കട്ടൗട്ട് ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ? ആരായിരിക്കും ഈ കട്ടൗട്ടിൽ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഓക്കെ, എല്ലാവർക്കും ടീച്ചർ കട്ടൗട്ട് തരും. പക്ഷേ ഇതാ ടീച്ചറുടെ കയ്യിലുള്ള കട്ടൗട്ട് ഏതാണെന്ന് പറയാമോ? ഓക്കെ, യെസ്, ചിറകുണ്ട്, പറക്കാൻ, വെള്ളത്തിലൂടെ പോകുന്നതാണ്, തുഴഞ്ഞു പോകുന്നതാണ്. ആരാണ്? അതെ, താറാവാണ് നമ്മളുടെ കട്ടൗട്ടിലുള്ളത് അല്ലേ? ഓക്കെ, ടീച്ചർ ഒരു ചെറിയ കഥാഭാഗം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സമ്മാനം തേടി അവർ നടന്നു, പൂക്കൾ മതിയോ? ആട് ചോദിച്ചു. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ കുറേ കൂട്ടുകാരെ കാണാം അല്ലേ? അവരാണ് ഈ കഥയിൽ ചോദിക്കുന്നത്. സമ്മാനം തേടി അവർ നടന്ന് ഇങ്ങനെ പോവുകയാണ്. പൂക്കൾ മതിയോ? ആട് ചോദിച്ചു. പഴങ്ങൾ മതിയോ? പൂച്ച ചോദിച്ചു. രണ്ടും വേണ്ട, മുത്ത് മതി, താറാവ് പറഞ്ഞു. കഴുത്തിൽ മുത്തുമണി തൂക്കിയിട്ട് അമ്മുക്കിടാവ് തുള്ളിച്ചാടുന്നത് കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ മുത്തെവിടെ?
ആരുടെ കയ്യിലും മുത്തില്ല. അവർക്കെല്ലാം നിരാശയായി. കോഴി നടന്നു, കൊത്തിപ്പെറുക്കി, ഓരോന്ന് തിന്ന് തിന്ന് നടന്ന് നാരകത്തിൻ്റെ ചുവട്ടിലെത്തി. കൂഹൂ, ആരാ വിളിക്കുന്നത്? കോഴി ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. കൂഹൂ, വീണ്ടും വിളി. മുകളിൽ നിന്നാണല്ലോ ശബ്ദം. വേറെയും കുയിലുണ്ടാകുമോ? കൂഹൂ, ആരാ വിളിക്കുന്നത്? കോഴി ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. കൂഹൂ, വീണ്ടും വിളി. മുകളിൽ നിന്നാണല്ലോ ശബ്ദം. കോഴി മുകളിലേക്ക് നോക്കി. നിറയെ നാരങ്ങ. വലിയ നാരങ്ങ, മഞ്ഞ നാരങ്ങ. നാരങ്ങ വിളിക്കുമോ? ഇലകളുടെ ഇടയിൽ നിന്നും ഒരു കുയിൽ പറന്നുപോയി. വേറെയും കുയിലുണ്ടാകുമോ? കോഴി സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. അതാ, ഇലകൾക്കിടയിൽ ഒരു തിളക്കം. എന്താ അത്? സൂക്ഷിച്ചു നോക്കി. ഒരു മുത്ത്. നല്ല ചേലാണ്. വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്നു. കോഴി വീട്ടിലേക്ക് ഓടി. മുറ്റത്ത് എല്ലാവരും ഉണ്ട്. എല്ലാവരെയും വിളിച്ചു. വാ വാ, എന്താ കാര്യം? കോഴി പറഞ്ഞു. എവിടെ? അവിടെ ഒരു മുത്ത്. എവിടെ? ആ നാരകത്തിൽ. എല്ലാവരും പുറപ്പെട്ടു. അവർ തിടുക്കത്തിൽ പോകുന്നു. ആരാ മുമ്പിലെത്തുക? എല്ലാവരും ഓട്ടമായി. ഇത് പട്ടി കണ്ടു. ഇവരെല്ലാം എവിടേക്ക് ഓടിപ്പോവുകയാ? പട്ടി ആലോചിച്ചു. അതും അവരുടെ പിന്നാലെ പാഞ്ഞു. ആര് മുമ്പിലെത്തും? ആരായിരിക്കും മുൻപിലെത്തിയിട്ടുണ്ടാവുക? നിങ്ങൾക്കറിയാമോ? ഓ, താറാവായിരിക്കും അല്ലേ? കോഴിയോ? ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാവരും നാരകത്തിൻ്റെ ചുവട്ടിലെത്തി. മേലേക്ക് നോക്കി. നിറയെ നാരങ്ങ. താറാവ് മാത്രം മുത്ത് കണ്ടു. അത് വിളിച്ചു പറഞ്ഞു. എന്തായിരിക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുക? ഓക്കെ, അതാ ഒരു മുത്ത്. മറ്റാരെങ്കിലും ആവശ്യപ്പെടുന്നതിന് മുമ്പ് മുത്ത് എനിക്ക് തന്നെ വേണം, താറാവ് ചിന്തിച്ചു. താറാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്തായിരിക്കും താറാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, ആ മുത്ത് എനിക്ക് വേണം. എല്ലാവർക്കും മുത്ത് കണ്ടുപിടിച്ച കഥ ഇഷ്ടമായോ? താറാവിനെയും കോഴിയെയും എല്ലാം നിങ്ങൾക്കിഷ്ടമായി അല്ലേ? ഇനി നമുക്ക് പുതിയ കൂട്ടുകാരെ കൂടി പരിചയപ്പെടണ്ടേ? ആർക്കാണ് മുത്ത് കിട്ടിയതെന്ന് നോക്കാം. ആർക്ക് നൽകാനാണ് മുത്ത് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. നമുക്ക് ഒന്ന് കുഞ്ഞെഴുത്ത് പുസ്തകം എടുത്തു നോക്കാം. നമ്മളെ കാത്ത് ഒരുപാട് കൂട്ടുകാർ കുഞ്ഞെഴുത്ത് പുസ്തകത്തിലുണ്ട്. നമുക്ക് നോക്കണ്ടേ? ഓക്കെ, എല്ലാവരും കുഞ്ഞെഴുത്ത് പുസ്തകം ഒന്ന് തുറന്നു നോക്കിയേ.